ഗായ്സ്, അപ്പൊ ഇതാണ് മുഴുപ്പലങ്ങാടി ബീച്ചിലെ വിശേഷങ്ങളൊക്കെ കേട്ടോ. നമ്മൾ കേരളത്തിലെ ഒരേ ഒരു ബീച്ചാണെന്ന കാര്യം എല്ലാവരും ഓർക്കണം. ആ ഒരേ ഒരു ബീച്ചിലാണ് ഇപ്പോൾ നമ്മള് തീരത്തുകൂടെ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ. ഈ അടുത്തുകൂടെ പോകുന്നുണ്ട്. നമ്മൾ വേറൊരു ട്വിസ്റ്റ് കാണിച്ചു തരാം ട്രാവൽ ചെയ്യുന്നത്. ഗായ്സ്, നമ്മുടെ പുതിയ ഒരു കിടുക്കാച്ചി വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ണൂരാണ്. കണ്ണൂർ ആംഗ്ലോ ഫോർട്ടിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 2 പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണാത്തവർ കാണാം. ഓക്കെ, ഇന്ന് നമ്മൾ മുഴുപ്പിലങ്ങാടി ബീച്ചിലേക്കാണ് പോകുന്നത്. ഏകദേശം ആംഗ്ലോ ഫോർട്ടിൻ്റെ അടുത്ത് നിന്ന് 13 കിലോമീറ്ററാണ് നമുക്ക് സഞ്ചരിക്കാനുള്ളത്. ഈ മുഴുപ്പിലങ്ങാടി ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിലെ ഒരേ ഒരു ഡ്രൈവിംഗ് ബീച്ചാണ്. കേരളത്തിലെ മാത്രമല്ല, ഏഷ്യയിൽ തന്നെ വലിയ രീതിയിൽ അറിയപ്പെടുന്ന ഒരു ഡ്രൈവിംഗ് ബീച്ചാണ്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നമുക്ക് 3.8 ഒരു 4 കിലോമീറ്റർ വരെ നമുക്ക് ലെങ്ത്തിൽ നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ്. ഏഷ്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഡ്രൈവിംഗ് ബീച്ചാണ്. ആ ബീച്ചിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ആ ഒരു വലിയ ഫ്രെയിമിൻ്റെ പ്രത്യേകത എന്തൊക്കെ എന്ന് നോക്കിയാലോ നമുക്ക്. ഓക്കെ, ഇനി ബീച്ചിലെത്തിയിട്ടുള്ള വിശേഷങ്ങളാണോ നമുക്ക്. ഒരുപാട് ആളുകളാട്ടോ ഇവിടെ ഡ്രൈവ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. കണ്ടോ, അത് കാറായാലും നമ്മളെ ആ ബൈക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മളിവിടെ ഓടിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ സ്പീഡുകളും വളരെ സ്പീഡിലും ആ അറ്റം വരെ പോയിട്ട് പിന്നെ തിരിച്ച് ആ അറ്റം വരെ പോകുന്നു. അവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഒരു വീഡിയോ, ബേപ്പൂരുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രൊഫൈലിൽ നോക്കി കഴിഞ്ഞാൽ ആ വീഡിയോ കിട്ടുന്നതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വരെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. ഗായ്സ്, അങ്ങനെ മുഴുപ്പിലങ്ങാടി ബീച്ചിലൂടെ നമ്മൾ ഡ്രൈവ് ചെയ്യാട്ടോ. ആ ഡ്രൈവിംഗ് ബീച്ചിലെ കേരളത്തിലെ ഒരേ ഒരു ബീച്ചാണെന്ന കാര്യം എല്ലാവരും ഓർക്കണം. ആ ഒരേ ഒരു ബീച്ചിലാണ് ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അവിടെ നമുക്ക് ദൂരെ നോക്കി കഴിഞ്ഞാൽ വല്ലാണ്ട് പോകേണ്ട ടയർതാവും. ആ ദൂരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണാൻ കിട്ടുക. കണ്ടോ, ഒരുപാട് എത്ര ആളുകൾ നോക്കിയൊക്കെ ഒരു രക്ഷയില്ല. ഒരുപാട് ആളുകൾ ഈ കടലിന്റെ അവിടെ കണ്ടോ, ആ 2 അറ്റത്തായിട്ട് ഒരു തുറമുഖത്തിന്റെ ഇതുപോലെയുള്ള ഒരുപാട് സംഗതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ലാൻഡ് ഒരേ നിരപ്പിലാണ്, അതുകൊണ്ടായിരിക്കാം ഇവിടെ ഡ്രൈവ് ചെയ്യാനുള്ളൊരു സൗകര്യം ഉള്ളത് കേട്ടോ. നിർത്തിക്കാം ജസ്റ്റ് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഒരു കടൽ തീരത്തോടു കൂടി ഇങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു ലക്ക് തന്നെയാണ്. പക്ഷെ ഇവിടെ അവിടെ ആ കാണുന്നത് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഇവിടെ വല്ലാതെ എഫക്ട് ചെയ്യും തോന്നില്ല. അത് വേറെ നിരപ്പാവും, ആളില്ല, സെക്യൂരിറ്റിക്കാരൊന്നുമില്ല. അല്ലേ ഇവിടെ അത് കിലോമീറ്ററോളം കിട്ടാണ്ട് അവിടെ എല്ലാം അങ്ങനെ ഇട്ടോ. നമുക്ക് കടൽ തീരത്തിൽ ഇടുന്ന ഫോട്ടോ എടുക്കാം. അതങ്ങനെ ഇട്ടോ. ഇവിടേക്ക് വണ്ടി നിർത്തിയിട്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. നിർത്തിയിട്ട് പോകണ്ട, ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ നിർത്തിയാലോ. ബീച്ചിന്റെ വെള്ളത്തിന്റെ അടുത്ത് വെള്ളം എത്തണ്ട, താഴ്ചയുണ്ടല്ലോ. മതി. അയ്യവാ തെറ്റ്, ലൈറ്റ് അവിടെ നിന്ന് കണ്ടാണല്ലേ. ഒരുപാട് ആളുകൾ കേട്ടോ, ഒരുപാട് കച്ചവടക്കാരുണ്ട് ഇവിടെ. എന്തിനാണ് പിരിവ് നടത്തുന്നത് ഒരു ഐഡിയ ഇത്ര നേരമായിട്ടും മനസ്സിലായില്ല. കൂടുതൽ ആളുകൾ വരുന്നതുകൊണ്ടാണാവോ. അങ്ങനെ പ്രകൃതിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സംഗതി മാത്രമേ ഉള്ളൂ. ഇവിടെ ചരിത്ര പുരാതനമായിട്ടുള്ള സംഗതികളൊന്നും തന്നെ ഇവിടെ ഇല്ല. പിന്നെ എന്തിനാണ് ഇവിടെ പിരിവ് നടത്തുന്നത് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. എന്തായാലും ബീച്ച് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഒരുപാട് ആളുകൾ ആ ഏരിയയിൽ
കുട്ടികൾക്കായിട്ടുള്ള ഒരുപാട് റൈഡേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് വല്ല സ്കൂട്ടായാലോ? ഗായ്സ്, ഈ തീരത്തു കൂടെ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ. ഈ അടുത്തു കൂടെ പോകുന്നുണ്ട്. നമ്മളെ വേറൊരു ട്വിസ്റ്റ് കാണിച്ചു തരാം. നമ്മളെ ഒന്ന് പറക്കല്ലേ, നമ്മളെ വണ്ടിയുടെ സ്റ്റാൻഡ് കണ്ടോ, താന്ന് പോയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഈ പൊന്തിച്ചിട്ട് വേറെ സ്ഥലത്ത് നമുക്ക് മാറ്റി വെച്ച് തരാം. അവിടെ ഇത് തന്നെയാണ് അവസ്ഥ. ഇവിടെ വെള്ളക്കെട്ട് പോലെ ഇട്ടോ നോക്കോ. അപ്പൊ ഇവിടെ അതേപോലുള്ള സ്ഥലമാണ്. ഇപ്പൊ അവിടെ എന്താ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചപ്പോ കുഴപ്പമില്ലല്ലോ, അത് പതുക്കെ ഇങ്ങനെ താന്നു പോകും. ഇപ്പൊ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടോ, അത് താന്ന് പോകുന്നുണ്ടോ. വണ്ടി ഇത് ചെരിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ താഴത്തൂടെ അത് പൊന്തിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് വെള്ളത്തിന്റെ ആ ഒരു ഇത് കാണാം കണ്ടോ. ഒരു സംഭവം തന്നെയാണ്. അപ്പൊ ഇതാണ് മുഴുപ്പിലങ്ങാട് ബീച്ചിലെ വിശേഷങ്ങളൊക്കെ കേട്ടോ. നമ്മളിവിടെ നമ്മളെ വണ്ടിക്ക് വെച്ച് 1-2 പിക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ കണ്ടോ. ഒരുപാട് ആളുകൾ ഗെയിംസ് ആയിട്ടും അതുപോലെ തന്നെ അധികം ആളുകൾ ഡ്രൈവ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. കുട്ടികൾക്കായിട്ടുള്ള ഒരുപാട് സംഗതികൾ ആ എൻജിലുണ്ട്. എന്തായാലും നല്ലൊരു ആളനക്കമുള്ള ഒരു ബീച്ചാണ്. എന്തായാലും ഈ ബീച്ചിൽ വരണമെന്നൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് യാത്രകളുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ സൈനിങ് ഔട്ട് ചെയ്യുന്നു. ഇസ്മി രാജേഷ്. അപ്പോൾ ചാനൽ നിങ്ങൾ സബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള കുഞ്ഞു ഒരുപാട് വീഡിയോകൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആശാമാരെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.